ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന ലോകാവസാനം, സ്വർഗരാജ്യം എന്നിവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഏതായാലും ലോകാവസാനിക്കും. നമുക്ക് മരണാനന്തര ജീവിതവുമുണ്ട്. ആ ജീവിതത്തിന് നമ്മളെ അവകാശികളാക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് പത്രോസ്ലീഹ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ദുഷ്ടരെ ഒരിക്കലും അനുകരിക്കരുത്. നമ്മൾ അനുകരിക്കേണ്ടത് യേശുവിനെയാണ്, അഭിമാനിക്കേണ്ടത് യേശുക്രിസ്തുവിലാണ്. ഇതെല്ലാം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 11:1 പൗലോസിന് പറയാൻ പറ്റിയൊരു കാര്യം, നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, കാരണം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തികളെ നമുക്ക് അനുകരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരെ പ്രത്യേകമായിട്ട് അവരെ ആദരിക്കുകയും അവരുടെ മാതൃക ഏറ്റെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അവരെ അനുകരിക്കുമ്പോൾ അവരനുകരിച്ച യേശുവിനെ തന്നെയാണ് നമ്മളും അനുകരിക്കുക. രണ്ടാമതൊരു കാര്യം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുകയാണ്, കളങ്കമോ കറയോ ഇല്ലാത്തവരായി നമ്മൾ ജീവിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിനവൃത്താന്തം 16:9 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുകൾ ലോകത്തിലുടനീളം പാഞ്ഞു നടക്കുകയാണ്. ആരെ കാണാനാണെന്നറിയോ? തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുന്നവർ, കളങ്കമില്ലാത്തവർ. നിഷ്കളങ്കരെ നോക്കി കർത്താവിൻ്റെ കണ്ണ് പായുകയാണ്. എന്തിനു വേണ്ടി? അവരുടെ മുമ്പിൽ തൻ്റെ ശക്തി പ്രകടമാക്കാൻ. എന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കളങ്കരഹിത ജീവിതം. നിഷ്കളങ്കരായിട്ട് നമ്മൾ ജീവിക്കുക. അതിനുവേണ്ടിയാണ് മാമോദീസ സ്വീകരിച്ചതും മറ്റു കൂദാശകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതും എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി കറ പിടിച്ചൊരു ജീവിതമോ കറ പിടിക്കാത്തൊരു ജീവിതമായിരിക്കാം നമ്മുടെ ജീവിതം. കറ പിടിച്ച് അത് ഒരു കട്ടിയേറിയ ക്ലാവ് പോലെയായി മാറാം എന്നുള്ളത് എസെക്കിയേൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 24-ാം അധ്യായം 13-ാമത്തെ വചനം വായിച്ചാൽ, നിൻ്റെ കറ ഉരുക്കാൻ നോക്കിയിട്ട് അത് അഗ്നിയിൽ പോലും ഉരുകുന്നില്ല. അത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭോഗാസക്തിയുടെ കറ. ഭോഗാസക്തി, അങ്ങനത്തെ ചില കറ നമ്മുടെ ആത്മാവിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ക്ലാവ് പോലെ, അറിയാലോ, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ പോലും അതിന് ക്ലാവ് പിടിച്ചാൽ പിന്നെ അതിനകത്ത് വീഞ്ഞൊഴിക്കുമ്പം അതിനൊരു അരുചിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് സിൽവർ പ്ലേറ്റിങ്ങോ ഗോൾഡ് പ്ലേറ്റിങ്ങോ ഒക്കെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അത് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന് കറ പിടിച്ചാൽ, നമ്മുടെ ആത്മാവിന് കറ പിടിച്ചാൽ ദൈവകൃപ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. മൂന്നാമതൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ വളരാനുള്ള പരിശ്രമം നടത്തണം. അതെന്താണ്? യേശുവിനെക്കുറിച്ചുള്ള അറിവ്, യേശുവിൻ്റെ കൃപ. ഇത് രണ്ടും ക്രിസ്ത്യാനികൾക്ക് ആവശ്യമാണ്, ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ഇനി ആ കൃപയിൽ ജീവിക്കുന്ന, അറിവിൽ ജീവിക്കുന്ന വ്യക്തികളാണ് സ്വർഗത്തിന് അർഹത നേടുക. യോഹന്നാൻ 17:3 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏകസത്യ ദൈവത്തെയും ആ ദൈവം അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നവർക്കുള്ളതാണ് നിത്യജീവൻ. അതുകൊണ്ട് ഈ അറിവ് അത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കൃപയുള്ളവരും കൃപയില്ലാത്തവരും തമ്മിൽ രാപകൽ വ്യത്യാസമാണ്. നമുക്ക് കൃപയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ എളുപ്പമാണ്, സഹനങ്ങൾ ഏറ്റെടുക്കാൻ എളുപ്പമാണ്, ശുശ്രൂഷ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കും ദൈവത്തിൻ്റെ കൃപ. പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിനക്കെൻ്റെ കൃപ മതിയെന്നാണ്. വേറെ ഒന്നുമില്ലേലും കൃപയുണ്ടോ അത് മതി. 2 കൊരിന്ത്യർ 12:7 മുതൽ വായിക്കുമ്പോൾ ആ ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണേലും നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങൾ, ദൈവമക്കളായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. 1, കാപഠ്യം അരുത്. ചിലർ അവൻ്റെ അടുത്തേക്ക് വന്നവരുടെ കാപഠ്യം കർത്താവ് മനസ്സിലാക്കി. കാപഠ്യം അരുത്. മറ്റൊരു കാര്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, കുറ്റാരോപണം.
ഇവർ വന്നത് യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയാണ്, കുറ്റം കണ്ടുപിടിക്കാൻ. ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ചില മനോഭാവത്തിൽ കറങ്ങി നടക്കുന്നവരെ കാണാൻ പറ്റും. അതായത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന് കൊടുത്തു, ദൈവത്തിനുള്ളത് ദൈവത്തിന്. നമുക്കാണ് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദശാംശം ദൈവത്തിനുള്ളതാണ്, ദൈവത്തിനുള്ളത്. ഇനി അതുകൂടെ ആർത്തിയോടെ അതിലൂടെ കണ്ണു നട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ഏലിയും മക്കളും അവർ ദൈവത്തിൻ്റെ വിഹിതത്തിൽ ആർത്തിയോടെ കണ്ണു നട്ടു. എന്തായിരുന്നു അവസാനം? ഏലി പെടലി ഒടിഞ്ഞ് മരിക്കുന്ന രംഗം, അതുപോലെ തന്നെ ഏലിയുടെ മക്കൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന രംഗം, ഒരു അപ്പവും ഇച്ചിരി വെള്ളവും മേടിക്കാനുള്ള എന്തെങ്കിലും വകയുണ്ടാകാൻ, വരുമാനം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിക്കാവോ എന്ന് ചോദിച്ച് കരയുന്ന മക്കളെ കാണാൻ പറ്റും. ഇതൊന്നും മര്യാദയായിരുന്നു. അവർ ദൈവം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവരുടെ കൂടെ ഉണ്ടായേനെ. അവർക്ക് അവരുടെ വിഹിതം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോരാ, ആർത്തി കയറിയിട്ട് അവർക്ക് ദൈവത്തിൻ്റെ വിഹിതം കൂടി വേണം എന്നുള്ളത് അവരെ ചിന്തിച്ച ഒരു രംഗം ആ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് ബാക്കി കൊണ്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം സുന്ദരമായിരിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റും. സമ്പത്തിന് സന്തോഷം തരാനേ പറ്റത്തുള്ളൂ. ആ സമ്പത്ത് ദൈവം പറയുന്നത് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ആനന്ദമുണ്ടാകും. ആനന്ദം അങ്ങനെ അത്ര എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകത്തില്ലാത്ത ഒരു കാര്യമാണെന്ന് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.